ഹായ്, വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് സോഹോ ബുക്സിൽ എങ്ങനെയാണ് നമ്മുടെ ജി എസ് ടി നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നാണ്. അതിനായിട്ട് സെറ്റിങ്സിൽ ടാക്സസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ബിസിനസ് ജി എസ് ടി രജിസ്റ്റേർഡ് ആണോ എന്നുള്ളത്. അവിടെ നമ്മൾ യെസ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ജി എസ് ടി നമ്പർ എൻ്റർ ചെയ്യാണ് ചെയ്യേണ്ടത്. നമ്മൾ സോഹോ ബുക്സ് അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ജി എസ് ടി നമ്പർ ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ നമ്മൾ കൊടുക്കണ്ടേ, ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വന്നോളും. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് വേറൊരു ജി എസ് ടി, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി കേരളത്തിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ തമിഴ്നാട്ടിൽ രജിസ്ട്രേഷൻ കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുന്നത് ഇതേ പ്ലേസിൽ തന്നെയാണ്. നമ്മൾ സെറ്റിങ്സിൽ ടാക്സസിൽ വന്നിട്ട് ഒരു പുതിയ ജി എസ് ടി നമ്പർ കൂടെ ആഡ് ചെയ്യുക. ജി എസ് ടി നമ്പർ കൊടുത്തിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ ഡേറ്റ് നമ്മളിവിടെ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കോമ്പോസിഷൻ സ്കീം ഒപ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇത് ടിക്കറ്റ് കൊടുക്കണം. നമുക്ക് റിവേഴ്സ് ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഓപ്ഷൻ കൊടുക്കുക. അതേപോലെ തന്നെ സ്പെഷ്യൽ എക്കോണമിക് സോണിലോ നമ്മൾ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ ടിക്കറ്റ് കൊടുക്കണം. കാരണം നമുക്ക് ഇതുപോലെ ബിൽ ഓഫ് എൻട്രി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ബില്ലിന് അഗനസ്റ്റ് ബിൽ ഓഫ് എൻട്രി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ടിക്കറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്ന ഓപ്ഷൻ ഇനേബിൾ ആയിട്ട് വരത്തുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത്രയും കൂടെ നമ്മൾ സേവ് കൊടുക്കുക. അപ്പം നമ്മുടെ ജി എസ് ടിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വേറെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടാക്സ് റേറ്റ് ആണ്. നിലവിലുള്ള ടാക്സ് റേറ്റ് എല്ലാം ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു പുതിയ സെസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അത് ന്യൂ ടാക്സ് റേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് റേറ്റും കൊടുക്കാം. ടൈപ്പ് സെസ് ആണെങ്കിൽ സെസ് എന്ന് കൊടുത്ത് പുതിയതായിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ടാക്സ് എക്സംഷൻ്റെ റീസൺ ആണ് ഇവിടെ പറയുന്നത്. പുതിയ റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഡിഫോൾട്ട് ടാക്സ് പ്രിഫറൻസ്, നമ്മൾ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് റേറ്റ് ആണ് ഡിഫോൾട്ടായിട്ട് വരേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പം നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റിൽ ഏറ്റവും കൂടുതലുള്ള റേറ്റ് ഏതാണോ ആ റേറ്റ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇനി ജി എസ് ടി സെറ്റിങ്സ് ആണ്. അത് നമ്മളിപ്പോൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ തന്നെയാണ്. അടുത്തത് ഓൺലൈൻ ഫയലിംഗ് സെറ്റിങ്സ്. നമ്മൾ സോഹോ ബുക്സ് വഴി തന്നെയാണ് ജി എസ് ടി ഫയൽ ചെയ്യുന്നതുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് യൂസർ നെയിമും അതേപോലെ തന്നെ റിപ്പോർട്ടിംഗ് പീരീഡ് ക്വാർട്ടർലി ആണോ മന്ത്ലി ആണോ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെന്നുള്ളത് കൊടുക്കുക. അതേപോലെ നമ്മൾ സോഹോ ബുക്സിൽ ഏത് മന്ത് തൊട്ടാണ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റും കൊടുത്തിട്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെറ്റിങ്സും ഇവിടെ അപ്ഡേറ്റ് ആവുന്നതാണ്.